തലേ ദിവസം അരി ഉഴുന്നൊന്നും കുതിർത്തരയ്ക്കാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഇഡലിയാണ് റവ ഇഡലി. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിനു ശേഷം കടുക് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് 1/2 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് വഴറ്റിയെടുക്കണം. രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കുക. ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം ഇതിലോട്ട് 2 കപ്പ് റോസ്റ്റഡ് റവ ചേർക്കുക. വറുക്കാത്ത റവയാണ് കയ്യിലുള്ളതെങ്കിൽ ഒരു പാനിലിട്ടതിന് ശേഷം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1 കപ്പ് തൈര്, കടുക് വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടും, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇഡലിത്തട്ടിന്റെ കുഴികളിലെല്ലാം നല്ലെണ്ണ പുരട്ടി ഗ്രീസ് ചെയ്തെടുക്കാം. ഇഡലിത്തട്ടിലോട്ട് മാവ് ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാത്രം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബേക്കിംഗ് സോഡയ്ക്ക് പകരം ഈനോ സോൾട്ടും ചേർക്കാറുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ഓരോ കുഴിയിലുമായിട്ട് ഇഡലിയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 1/4 ഭാഗം മാത്രം നിറച്ചാൽ മതി. വേകുമ്പോൾ ഇത് എക്സ്പാൻഡ് ആകുന്നത് കൊണ്ട് മുഴുവൻ നിറച്ചു കൊടുത്താൽ അത് വെളിയിലോട്ട് പോകും. വെള്ളമൊഴിച്ച് ചൂടാക്കിയിട്ടിരിക്കുന്ന ഇഡലി പാത്രത്തിലോട്ട് നമുക്ക് ഈ ബാറ്റർ നിറച്ചിരിക്കുന്ന തട്ടുകൾ വെച്ചു കൊടുക്കാം. ടെൻ മിനിറ്റ്സ് ഇത് സ്റ്റീം ചെയ്തെടുക്കണം. 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം തുറന്നെടുത്തതാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡലിയാണിത്. ചട്നിയോടോ സാമ്പാറിനോടോ ഒപ്പമൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം. ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാവുന്ന ഈ റവ ഇഡലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.